ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻഫിനിറ്റി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ഒരു കലണ്ടർ ഇയറിലെ ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റുകളൊക്കെ അവസാനിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഈ വർഷത്തെ ഗ്രാൻഡ് സ്ലാം വിന്നേഴ്സിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ടെന്നീസ് എന്ന് പറയുന്ന ഒരു സ്പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് കേൾക്കുന്ന വേർഡാണ് ഗ്രാൻഡ് സ്ലാം. അപ്പോൾ എന്താണ് ഈ പറയുന്ന ഗ്രാൻഡ് സ്ലാം എന്ന് നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാം. ഒരു വർഷം നടക്കുന്ന 4 പ്രധാനപ്പെട്ട ടൂർണമെൻറ്റുകളെയാണ് നമ്മൾ ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റുകൾ എന്ന് പറയുന്നത്. ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾട്ടൺ, US ഓപ്പൺ എന്നിവയാണ് ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെൻറ്റുകൾ. ഞാൻ ഈ വായിച്ച ഒരു ഓർഡറിൽ, ആൽഫബറ്റിക്കൽ ഓർഡറിൽ തന്നെയാണ് ഓരോ ഇയറിലും ഈ പറയുന്ന ടൂർണമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നടക്കുന്നത് ഓസ്ട്രേലിയൻ ഓപ്പൺ, പിന്നീട് ഫ്രഞ്ച് ഓപ്പൺ, അത് കഴിഞ്ഞ് വിംബിൾട്ടൺ, അത് കഴിഞ്ഞിട്ടാണ് US ഓപ്പൺ നടക്കുന്നത്. ഒരു കലണ്ടർ വർഷത്തിൽ തന്നെ ഒരു വിഭാഗത്തിൽ 4 പ്രധാന ചാമ്പ്യൻഷിപ്പുകളും നേടുന്ന ആ ഒരു നേട്ടത്തെയാണ് ഒരു പ്ലെയറിനെ സംബന്ധിച്ചിട്ട് നമ്മൾ ടെന്നീസിലെ ഗ്രാൻഡ് സ്ലാം നേട്ടം എന്ന് പറയുന്നത്. ഇത് നമുക്ക് 2 രീതിയിൽ നേടാട്ടോ. ഒരു കലണ്ടർ വർഷത്തിനുള്ളിൽ തന്നെ തുടർച്ചയായിട്ട് 4 പ്രധാന ചാമ്പ്യൻഷിപ്പുകൾ നേടുന്നതിനെ നോൺ കലണ്ടർ ഇയർ ഗ്രാൻഡ് സ്ലാം എന്ന് പറയുന്നു. അതേസമയം തൻ്റെ കരിയറിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് 4 പ്രധാന കിരീടങ്ങൾ നേടുന്നതിനെയാണ് നമ്മൾ കരിയർ ഗ്രാൻഡ് സ്ലാം എന്ന് പറയുന്നത്. ഇതുകൂടാതെ വേറൊരു പോയിന്റ് കൂടി ഉണ്ട് കേട്ടോ. ഒരു കളിക്കാരൻ ഒരു കലണ്ടർ വർഷത്തിലെ എല്ലാ ഗ്രാൻഡ് സ്ലാമുകളും അതുപോലെ തന്നെ ഒളിമ്പിക്സിലെ ടെന്നീസ് സ്വർണ്ണ മെഡൽ നേടിയാൽ നമ്മൾ അതിനെ ഗോൾഡൻ സ്ലാം എന്നാണ് പറയുക. ഇനി 2025 ഗ്രാൻഡ് സ്ലാം വിന്നേഴ്സിനെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ, അതിൽ പുരുഷ വിഭാഗത്തിൽ ജേതാവായത് ഇറ്റാലിയനായ ജാനിക് സിന്നറാണ്. അതുപോലെ വനിതാ വിഭാഗത്തിൽ ജേതാവായത് അമേരിക്കയിൽ നിന്നുള്ള മാഡിസൺ കീസ് ആണ്. അതിനുശേഷം 2025 ഫ്രഞ്ച് ഓപ്പൺ, പുരുഷ വിഭാഗ ജേതാവായത് സ്പാനിഷ് താരമായ കാർലോസ് അൽക്കരസ് ആണ്. അതുപോലെ തന്നെ വനിതാ വിഭാഗത്തിൽ ജേതാവായത് അമേരിക്കയിൽ നിന്നുള്ള കൊക്കോ ഗോഫാണ്. ഇനി 2025 വിംബിൾഡണിൽ ആരാണ് ജേതാവായതെന്ന് നോക്കാം. പുരുഷ വിഭാഗത്തിൽ ജേതാവായത് ഇറ്റാലിയൻ ആയിട്ടുള്ള ജാനിക് സിന്നർ തന്നെയാണ്. അതേസമയം വനിതാ വിഭാഗത്തിൽ ജേതാവായത് പോളിഷ് താരമായ ഇഗ ഷ്വിറ്റേക്ക് ആണ്. ഇനി വളരെ റീസെൻ്റ്ലി കഴിഞ്ഞ മത്സരമാണ് 2025 US ഓപ്പൺ. പുരുഷ വിഭാഗത്തിൽ ജേതാവായത് വീണ്ടും കാർലോസ് അൽക്കാരിസ് തന്നെയാണ്. വനിതാ വിഭാഗത്തിൽ ജേതാവായത് ബെലാറൂസിൽ നിന്നുള്ള ആരിയാന സെബലങ്കിയാണ്. കുറച്ച് ടഫായിട്ടുള്ള പേരുകളാണ്, പക്ഷേ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മാക്സിമം ഈ ഒരു പേരുകൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു കോഡ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു യൂട്യൂബ് ഷോർട്സിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തിടാം. അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം ആ ഒരു ഷോർട്ട് പോയിട്ട് കാണുക. അല്ലാത്തവർ നമ്മുടെ സ്വന്തം രീതിക്ക് ഇത് പഠിച്ചെടുക്കുക കേട്ടോ. ഇനി കുറച്ച് എക്സ്ട്രാ പോയിൻറ്റ്സും കൂടി ഇതിൽ വരുന്നുണ്ട്, അതുകൂടി പറയാം. ഇനി കുറച്ച് എക്സ്ട്രാ ഫാക്ട്സ് നോക്കാം. 2024 പാരീസ് ഒളിമ്പിക്സിൽ ടെന്നീസിൽ പുരുഷ വിഭാഗം ജേതാവായത് നൊവാക് ജോക്കോവിച്ച് ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരിയറിലെ വിവിധ ഘട്ടങ്ങളിലായിട്ട് ഈ പറയുന്ന ടൂർണമെൻറ്റ്സ് ഒക്കെ അദ്ദേഹം ജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കരിയർ ഗ്രാൻഡ് സ്ലാം കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം ഒളിമ്പിക്സ് മെഡൽ കൂടി ജയിച്ചു കഴിഞ്ഞപ്പോൾ കരിയർ ഗോൾഡൻ സ്ലാം കൂടി അദ്ദേഹത്തിന് കിട്ടി. വേറൊരു ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റിയാണ് സ്റ്റെഫി ഗ്രാഫ് എന്ന് പറയുന്നത്. അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കലണ്ടർ ഇയറിൽ അതേ വർഷം തന്നെ എല്ലാ ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റിലും ജയിക്കുകയും ഒളിമ്പിക്സിലും കൂടി മെഡൽ കിട്ടി. അപ്പോൾ അങ്ങനെയുള്ള ഗോൾഡൻ സ്ലാം നേടിയിട്ടുള്ള ഒരു വ്യക്തിയേ ഉള്ളൂ, അത് സ്റ്റെഫി ഗ്രാഫാണ്. അതേസമയം ഈ പറയുന്ന കരിയർ ഗോൾഡൻ സ്ലാം കുറച്ച് പേർ കൂടി ലഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ പറയുന്ന ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻഫിനിറ്റി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്